നമസ്കാരം. ഇന്ന് നമ്മൾ ബയോട്ട് സവാർഡ്സിൽ ഉപയോഗിച്ച് ഒരു സർക്കുലർ കോയിൽ അതിൻ്റെ ആക്സിസിലെ ഒരു പോയിന്റിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സർക്കുലർ കോയിൽ നമ്മളതിനെ നമ്മുടെ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു സർക്കുലർ കോയിലാണെങ്കിൽ നമ്മളതിനെ ബോർഡിൻ്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സർക്കുലർ കോയിൽ എന്ന് പറഞ്ഞാലും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സർക്കുലർ കോയിലാണ്. ഇതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ടിന്റെ ഡയറക്ഷൻ I ഈസ് ലൈക്ക് ദിസ്. ഇങ്ങനെ ഒരു സർക്കുലർ കോയിലിലൂടെ ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ ആക്സിസ്, അതിൻ്റെ സെന്ററിലൂടെ പോകുന്ന ലൈൻ ആക്സിസ് ആണിത്. ഈ ആക്സിസിലെ P എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാനുണ്ട് സർക്കുലർ കോയിലിന്റെ സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് D ആണ്. ഓക്കെ, ഇനി നമ്മുടെ സർക്കുലർ കോയിലിന്റെ റേഡിയസ് R, ക്യാപിറ്റൽ R ആണ് നമ്മൾ ഈ സർക്കുലർ കോയിലിന്റെ റേഡിയസ് ആയിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട്, ഇവിടെ DL എന്ന് പറയുന്ന ഒരു കറണ്ട് എലമെന്റിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ സർക്കുലർ കോയിലിലെ ഒരു സ്മോൾ പോർഷൻ DL-നെ നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. DL-ന്റെ സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് X. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. നമ്മുടെ ബോർഡിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു സർക്കുലർ കോയിൽ വെച്ചിരിക്കുകയാണ്. ആ സർക്കുലർ കോയിലിന്റെ ആക്സിസിലുള്ള ഒരു പോയിന്റ് ആണ് P. P is at a distance D from the center of the loop. Here is a current element DL. DL-ന്റെ സെന്ററിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് X. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ ഈ DL എന്ന് പറയുന്ന കറണ്ട് എലമെന്റ് പിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ് എന്ന് നമുക്ക് ബയോട്ട് സവാർഡ്സ് ലോ ഉപയോഗിച്ച് എഴുതാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലോ. സോ dB is equal to according to our equation, dB is equal to mu 0 divided by 4 pi. Now IDL sin theta divided by distance square. ഇവിടെ ഡിസ്റ്റൻസ് DL ൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് X ആയതുകൊണ്ട് ഡിസ്റ്റൻസ് സ്ക്വയർ ഈസ് X സ്ക്വയർ. ഓക്കെ, ഇനി നമ്മുടെ വാല്യൂ ഓഫ് തീറ്റയുടെ വാല്യൂ നമുക്ക് നോക്കാം. തീറ്റ IDL-നും ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെന്റിനും, അതായത് ഇവിടെ X, IDL-നും X-നും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് തീറ്റ. നോക്കൂ, നമ്മുടെ X ഈ സർക്കിളിന് ഒരു ടാൻജന്റ് ആണ് അല്ലെ. അപ്പൊ ടാൻജന്റും ഈ എലമെന്റും തമ്മിലുള്ള ആംഗിൾ ബൈ ജോമെട്രി നമുക്കറിയാം, ഇറ്റ് വിൽ ബി ഓൾവേസ് 90 ഡിഗ്രി. അപ്പൊ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി വരാൻ പറ്റും. ഒരു സർക്കുലർ കോയിൽ ആകുമ്പോൾ X എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസുമായിട്ട് DL മേക്ക് ചെയ്യുന്ന ആംഗിൾ വിൽ ബി ഓൾവേസ് 90 ഡിഗ്രി. അപ്പൊ അതുകൊണ്ട് സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൈൻ 90. അപ്പൊ ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് mu 0 IDL sin 90 is 1 sin 90 divided by X square, that is mu 0 divided by 4 pi IDL divided by X square എന്ന് നമുക്ക് കിട്ടും. അപ്പൊ ഇത്രയും മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് പിയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇനി അതിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? നമുക്കറിയാം, DB-യുടെ ഡയറക്ഷൻ IDL-നും X-ഉം ഉൾപ്പെടുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ ആ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു പ്ലെയിൻ, ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആകുമ്പോൾ രണ്ട് തരത്തിൽ വരാം. ഒന്നുകിൽ അത് ഇങ്ങോട്ടാവാം, അല്ലെങ്കിൽ താഴേക്കാവാം. X-ന് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് നമുക്കത് വരയ്ക്കാം. ഇവിടെ നമ്മൾ DL ക്രോസ് X-ന്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. DB-യുടെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. DB ഈസ് ലൈക്ക് ദിസ്. ഓക്കെ, ഇനി നമ്മളിവിടെ ഈ X-ഉം D-യും തമ്മിലുള്ള ഈ ആംഗിളിനെ ഫൈ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. D-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം, ഇങ്ങനെ. ഓക്കെ, ഇനി നോക്കൂ,
ഈ ലൈനിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണ് ഫൈ. ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്, അതുപോലെ ഇതിന്റെ പെർപെൻഡിക്കുലർ ആണ് ഇത്. നമുക്കറിയാം രണ്ട് ലൈൻസിനിടയ്ക്കുള്ള ആംഗിൾ ഫൈ ആണെങ്കിൽ അവയുടെ പെർപെൻഡിക്കുലേഴ്സിന് ഇടയ്ക്കുള്ള ആംഗിളും ഫൈ തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ ഈ ആംഗിൾ ഫൈ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ ഡി ബിയുടെ ഡയറക്ഷൻ ഇതോ ഇങ്ങോട്ടേക്കാണ്, അത് ആക്സിസിലും അല്ല ആക്സിസിന് പെർപെൻഡിക്കുലറും അല്ല. അപ്പൊ നമ്മൾ അതിനെ ആക്സിസിലും ആക്സിസിന് പെർപെൻഡിക്കുലറുമായിട്ട് ഡി ബിയുടെ ഡയറക്ഷനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ ഫൈ മാർക്ക് ചെയ്തത്. ഓക്കെ, നൗ ഈ ഡയറക്ഷനിലുള്ള ഡി ബിയുടെ വാല്യൂ എത്രയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഡി ബി ഇങ്ങോട്ടേക്കാണ്, സോ ഈ ഡയറക്ഷനിലുള്ള ഡി ബിയുടെ വാല്യൂ നമുക്ക് കാണാനുണ്ട്. ഫൈ എന്ന ആംഗിൾ ഇതാണ്. ആംഗിളിലൂടെയുള്ള കമ്പോണന്റ് എല്ലായ്പ്പോഴും കോസ് ആയിരിക്കും. സോ ദിസ് കമ്പോണന്റ് വിൽ ബി ഡി ബി കോസ് ഫൈ. ദിസ് കമ്പോണന്റ് ഈസ് ഡി ബി കോസ് ഫൈ ആണ്. അതുപോലെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണന്റ്, അതായത് ഇങ്ങോട്ടേക്കുള്ള കമ്പോണന്റ്, ദിസ് ഈസ് ഓഫ് കോഴ്സ് ഡി ബി സൈൻ ഫൈ ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ഡി ബിയെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഡി ബി കോസ് ഫൈ എന്ന് പറയുന്ന കമ്പോണന്റ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആൻഡ് ഡി ബി സൈൻ ഫൈ ഈസ് അലോങ് ദ ആക്സിസ്. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് കൂടി പരിഗണിക്കാം. തൽക്കാലം ഞാനിത് മായ്ക്കാണ്. നമ്മുടെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. ഡി ബിയുടെ ഇക്വേഷൻ ഈസ് ഹിയർ. ഈ ഡി എല്ലിന് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ഞാൻ അതേ വലിപ്പത്തില് ഡി എൽ എന്ന് പറയുന്ന കമ്പോണന്റിനെ ഇവിടെ ഇമാജിൻ ചെയ്തു. ഈ കമ്പോണന്റിലൂടെയും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കമ്പോണന്റും ഇവിടെ ഒരു ഫീൽഡ് ഉണ്ടാക്കും. സെയിം ലെങ്ത് ഉള്ള എലിമെന്റ് ആയതുകൊണ്ട് ഇത് എത്ര ഫീൽഡാണ് ഉണ്ടാക്കുന്നത് അത്രയും തന്നെ ഫീൽഡാണ് ഈ ഡി എല്ലും വേണേ ഡി എൽ ഡാഷിന് വിളിച്ചു ഇത് ഇവിടെ ഉണ്ടാക്കുന്നത്. സെയിം ലെങ്ത് ആണ്. ഓക്കെ, അപ്പൊ ഡി എൽ ഇവിടെ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള കമ്പോണന്റ് ആണ്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഫോം ചെയ്യുക. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇവിടെ നമ്മൾ എക്സ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഡി എൽ ക്രോസ് എക്സിന്റെ ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഡി ബി എന്ന് പറയുന്ന കമ്പോണന്റ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. നമ്മൾ ഇതിനെ ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ നമുക്ക് കിട്ടും ദിസ് ആംഗിൾ ഓൾസോ വിൽ ബി ഫൈ. കമ്പോണൻസ് എഴുതുമ്പോൾ ആംഗിളിലൂടെയുള്ള കമ്പോണന്റ് ദിസ് വിൽ ബി ഡി ബി കോസ് ഫൈ ആൻഡ് ദിസ് കമ്പോണന്റ് വിൽ ബി ഡി ബി സൈൻ ഫൈ. ശരിയല്ലേ? ഇപ്പൊ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കമ്പോണന്റ് അതും ഡി ബി എന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ പി എന്ന് പറയുന്ന പോയിന്റിൽ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡി ബിയെ നമ്മൾ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ ഡി ബി കോസ് ഫൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് കിട്ടി, ഡി ബി സൈൻ ഫൈ ആക്സിസിലൂടെ കിട്ടി, ആക്സിസിന്റെ ഡയറക്ഷനിൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കാണാം ഡി ബി കോസ് ഫൈ എന്ന് പറയുന്ന കമ്പോണന്റ് ഇവിടെ ഈ ഡയറക്ഷനിലുണ്ട്, ഡി ബി കോസ് ഫൈ എന്ന് പറയുന്ന കമ്പോണന്റ് താഴേക്കുണ്ട്. അതായത് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ഫീൽഡാണ് ഇവിടെ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? ഈക്വലന്റ് ഓപ്പോസിറ്റ് ആണ്, അവ പരസ്പരം ക്യാൻസൽ ചെയ്യും. അപ്പോൾ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ കമ്പോണന്റ് പരസ്പരം ക്യാൻസൽ ചെയ്യും. പക്ഷേ ഈ കമ്പോണന്റോ അത് ക്യാൻസൽ ചെയ്യുന്നില്ല, അത് രണ്ടിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. സോ അത് ആഡപ്പ് ചെയ്യാണ് ചെയ്യുക, അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ചെറിയ ഡി എൽ എന്ന് പറയുന്ന എലമെന്റ് മാത്രം ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അല്ല. വി വോണ്ട് ടു കാൽക്കുലേറ്റ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് കറന്റ് ലൂപ്പ്. അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡി ബിയെ ത്രൂ ഔട്ട് ദിസ് ലെങ്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ ബി കണ്ടുപിടിക്കുമ്പോൾ ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ബി. ഡി ബി മൊത്തത്തിൽ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോ ഇവിടെ ഒരു കാര്യം കണ്ടു കഴിഞ്ഞു. പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഡി ബി കോസ് ഫൈ പരസ്പരം ക്യാൻസൽ ചെയ്യുന്നു. ഈ കമ്പോണൻസിന് പകരം നമ്മുടെ കറണ്ട് ലൂപ്പിലുള്ള ഏത് രണ്ട് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് എലമെന്റ് എടുത്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഇത് തന്നെയായിരിക്കും. ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻസ് പരസ്പരം ക്യാൻസൽ ചെയ്യും. ആക്സിസിലൂടെയുള്ള അലോങ് ദ ആക്സിസിലുള്ള കമ്പോണന്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡി ബിയെ ടോട്ടൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഡി ബി സൈൻ ഫൈനെ മാത്രമേ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് ഡി ബി സൈൻ ഫൈ ബി ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി ബി സൈൻ ഫൈ.
ഇനി ഡി ബിയുടെ വാല്യൂ നമ്മൾ നേരത്തെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വാല്യൂവിന് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. Then dB is equal to mu 0 divided by 4 pi I dl divided by x square. ഇനി sin phi ഈ കാണുന്ന ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എഴുതാം. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ റേഡിയസ് ആണ്, അതായത് r ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് x ആണ്. സോ b is equal to integral mu 0 by 4 pi I dl r divided by x cube എന്ന് വരും അല്ലേ. So this will be equal to integral mu 0 divided by 4 pi I dl r divided by x cube. ഇനി ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം കോൺസ്റ്റൻസിനെ എല്ലാം നമ്മൾ ഔട്ട് സൈഡ് എടുക്കും. അതിനുശേഷം വേരിയബിൾസിനെ മാത്രം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്താണ്. ഇവിടെ ഏതൊക്കെയാണ് കോൺസ്റ്റൻസ്? mu 0 by 4 pi ഓഫ് കോഴ്സ് കോൺസ്റ്റന്റ് ആണ്. I കറന്റ്, ഇവിടെ ഈ പെർട്ടിക്കുലർ കേസിൽ നമ്മൾ കൊടുത്ത കറന്റ് അത് മാറുന്നില്ല, ഇത് സെയിം. അപ്പൊ അതുകൊണ്ട് അത് കോൺസ്റ്റന്റ് ആണ്. ഇനി എക്സോ, വാട്ട് അബൌട്ട് എക്സ്? സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട് ഏത് പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് ഇറ്റ് വിൽ ബി സെയിം. എക്സിന്റെ വാല്യൂ ഇത് ഒരു സർക്കുലർ ലൂപ്പ് ആയതുകൊണ്ട് തന്നെ ആക്സിസിലുള്ള ഒരു പോയിന്റിലേക്ക് ലൂപ്പിൽ നിന്ന്, സർക്കുലർ ലൂപ്പിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വിൽ ബി സെയിം. അപ്പൊ അതുകൊണ്ട് എക്സും കോൺസ്റ്റന്റ് ആണ്. ആർ ഇതിന്റെ റേഡിയസ് ആണ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ വേരിയബിൾ ആയിട്ട് ഏത് മാത്രമേ ഉള്ളൂ? ഡി എൽ മാത്രമേ ഉള്ളൂ. ഡി എല്ലിനെ മാത്രമേ നമുക്ക് അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. ദെൻ വി വിൽ ഗെറ്റ് ബി ഈസ് ഈക്വൽ ടു mu 0 by 4 pi IR divided by x cube integral dl. Okay, ഇനി dl എന്ന് പറയുന്ന ലെങ്തിനെ ത്രൂ ഔട്ട് ദിസ് ലെങ്ത് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. dl കൂട്ടി മൊത്തം നീളം കിട്ടും. മൊത്തം നീളം എത്രയായിരിക്കും? ഇതിന്റെ സർക്കുലർ ലൂപ്പാണ്, റേഡിയസ് r ആണ്. സോ ടോട്ടൽ ഡിസ്റ്റൻസ് ലെങ്ത് എന്ന് പറയുന്നത് അതിന്റെ പെരിമീറ്റർ ആയിരിക്കും. സോ dl ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുക ഇവിടെ 2πr ആണ്. ഈ മൊത്തം നീളം വരും. dl എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ 2πr എന്നുള്ള ലെങ്ത് ആണ് കിട്ടുക. സോ നമ്മുടെ ഇക്വേഷൻ എന്താവും? mu 0 divided by 4 pi IR into 2πr divided by x cube എന്ന് വരും അല്ലേ. അതായത് b is equal to, ഫിഗർ മാറ്റാം, b is equal to mu 0 divided by 4 pi I r square into 2 pi divided by x cube. ഇങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ 2π ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എഴുതാം mu 0 by 2 I r square divided by x cube എന്ന് എഴുതാം. So this is the magnetic field at a point on the axis due to a circular loop. ഇതാണ് ആക്സിസിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു സർക്കുലർ ലൂപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ. ഓക്കെ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആക്സിസിലെ പോയിന്റ് എടുത്തു, ആ പോയിന്റിൽ ഡി എൻ എന്ന് പറയുന്ന കറണ്ട് എലമെന്റ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യൂവിലേക്ക് എത്തിയത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ആക്സിസിലുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിപ്പോ ഒരൊറ്റ ലൂപ്പാണെങ്കിലത്തെ കാര്യമാണ്. ഒരു ലൂപ്പിന് പകരം ഒന്നിലധികം ചുരുളുകൾ, കമ്പിക്ക് ഒന്നിലധികം ചുരുളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫീൽഡ് കണ്ടുപിടിക്കാൻ അതിനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇത് ഒരു ടേൺ ആണെങ്കിലാണ് ഫോർ n ടേൺസ് b will be equal to mu 0 by 2 n IR square divided by x cube ആയിരിക്കും. ഇനി നമുക്ക് ഇതിലെ ചില സ്പെസിഫിക് കേസസ് നോക്കാം. അറ്റ് ദ സെന്റർ ഓഫ് ദ കോയിലിന്റെ സെന്റർ, അത് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ എക്സ് ക്യൂബിനെ നമുക്കൊന്ന് മാറ്റി എഴുതാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിരുന്നു ഉള്ളത്. ഇത് ഡി, ദിസ് ഈസ് ആർ ആൻഡ് ദിസ് ഈസ് എക്സ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കാണാം എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ, ഓർ എക്സ് ഈസ് ഈക്വൽ ടു r square plus d square the whole raised to 1/2.
അല്ലെ, റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ ആണ്. അപ്പൊ അത് വെച്ച് നമ്മുടെ ഇക്വേഷനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം. ദെൻ വി വിൽ ഗെറ്റ് μ0/2 n I r square divided by r square plus d square the whole raised to 3/2. ഇതാണ് ആക്ച്വലി നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് ചില സ്പെസിഫിക് കേസസ് ആണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ എടുക്കുന്നത് സെന്റർ ഓഫ് ദ പോയിന്റ് ആണെന്ന് വിചാരിക്കും. സെന്റർ ഓഫ് ദ പോയിന്റ് എന്ന് പറയുമ്പോൾ d0 ആയിരിക്കും അല്ലെ. അറ്റ് ദ സെന്റർ ഓഫ് ദ പോയിന്റ് d വിൽ ബി 0. അപ്പൊ കേസ് 1 നമ്മൾ അതാണ് എടുക്കുന്നത്. കേസ് 1 d equal to 0 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അറ്റ് ദ സെന്റർ ഓഫ് ദ പോയിന്റ് നമ്മുടെ വാല്യൂ എങ്ങനെയാണ് മാറുക? b is equal to μ0/2 n I r square divided by ഇവിടെ d0 ആയതുകൊണ്ട് r square the whole raised to 3/2 എന്ന് വരും. That is, it is r cube. Then you will get μ0/2 n I divided by r. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ്. ഇത് പലപ്പോഴും നമുക്ക് ആവശ്യം വരും. അറ്റ് ദ സെന്റർ ഓഫ് ദ പോയിന്റ് വാട്ട് വിൽ ബി ദ മാഗ്നറ്റിക് ഫീൽഡ്. ഇനി നമ്മളൊരു കേസ് നോക്കുന്നത് ഒരുപാട് ദൂരെയുള്ള ഒരു പോയിന്റിലാണ്. കേസ് 2 അതാണ്. കേസ് 2 d ഈസ് വെരി 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 ഗ്രേറ്റർ ദാൻ r. റേഡിയസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ ദൂരെയാണ് p എന്ന് പറയുന്ന പോയിന്റ് അല്ലെ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതുമ്പോൾ b is equal to μ0 divided by 2 n IR square divided by r square plus d square the whole raised to 3/2 ആണ്. അവിടെ r square plus d square is nearly equal to d square തന്നെയാണ്. കാരണം r വളരെ ചെറുതാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് μ0/2 n I r square divided by d cube എന്ന് എഴുതും. ഇങ്ങനെ നമുക്ക് ഒരു ലോങ് പോയിന്റിൽ വളരെ വളരെ ദൂരെയുള്ള ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഈ ഡെറിവേഷൻ ഇത് നമ്മൾ പഠിക്കേണ്ടതാണ്. പലതവണ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളതാണ്. ആദ്യം കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണോ എന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് വളരെ ഈസിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് 1-2 തവണ എഴുതി കഴിയുമ്പോൾ അത് മനസ്സിലാവും. അപ്പൊ ഈ ഡെറിവേഷൻ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഒരു ചെറിയ ഒരു റൂള്, ഇതിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാനുള്ള ഒരു റൂള്, അതായത് നമ്മുടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു റൂളാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച ഒരു റൂളിന്റെ പേരിനോട് സാമ്യമുള്ള ഒരു പേരാണ് പറയാൻ പോകുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇത്രയേ ഉള്ളൂ. സർക്കുലർ കോയിൽ ആണല്ലോ, ഇവിടെ കറണ്ട് ഇപ്പൊ സർക്കുലർ ആണ്. നമ്മുടെ റൈറ്റ് ഹാൻഡിന്റെ വിരലുകൾ, ഈ വിരലുകൾ നമ്മളിങ്ങനെ മടക്കി വെച്ചാൽ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് എന്ന് വിചാരിക്കാം. റൈറ്റ് ഹാൻഡിന്റെ ഈ കേൾഡ് ഫിംഗേഴ്സ് ആണ് കറണ്ടിന്റെ ഡയറക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ ഡയറക്ഷൻ ഓഫ് തമ്പ് വിൽ ഗിവ് യു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഇത്രയേ ഉള്ളൂ റൂള്. ഇഫ് the circular current is represented by the curled fingers of your right hand, then the direction of thumb will give you the direction of induced magnetic field. ഇതുപോലെ ഒരു റൂൾ നമ്മൾ പഠിച്ചത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നുള്ള പേരിലാണ്. അവിടെ എങ്ങനെയായിരുന്നു? മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരുന്നു കേൾഡ് ഫിംഗേഴ്സ്. ദെൻ ഡയറക്ഷൻ ഓഫ് കറന്റ് തമ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇത്രയും ഓർത്താൽ മതി. മാഗ്നറ്റിക് ഫീൽഡ് എന്തിനാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതാണ് റൂളിന്റെ പേരിലുള്ളത്. ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് തമ്പാണ്. കേൾഡ് ഫിംഗേഴ്സ് റെപ്രസെന്റ് കറന്റ് ആൻഡ് തമ്പ് റെപ്രസെന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അപ്പൊ ഈ റൂൾ ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് സർക്കുലർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടെത്താൻ സാധിക്കും. അപ്പൊ അതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.